Hello, hi friends. Welcome to my frogs. ഇന്ന് നമ്മുടെ വീഡിയോ ഇലക്ട്രിക് മെഷീനെ കുറിച്ചുള്ളതാണ്. ഞാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് മെഷീനാണിത്. ബേസ് മോഡലാണ്. സിംഗറിന്റെ ഇലക്ട്രിക് മെഷീനാണ്. എനിക്ക് ധാരാളം കമന്റുകൾ വരാറുണ്ട്. ഇലക്ട്രിക് മെഷീൻ ഓയിൽ ഇടണോ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഇടുന്നത്? അതുപോലെ തന്നെ ഇതിന്റെ റിപ്പയറിങ്ങിനെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ, ചെറിയ ചെറിയ പ്രോബ്ലംസിനെ കുറിച്ചൊക്കെ ഉള്ളത്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഇവിടെ ഷെയർ ചെയ്യുകയാണ്. ചെറിയ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് തന്നെ റിപ്പയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. മേജർ പ്രോബ്ലംസ് വന്നാൽ മാത്രം നമുക്കിത് ഷോപ്പിൽ കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ക്ലീനിങ്ങും അതുപോലെ തന്നെ ഓയിൽ ഇടുന്നതും ചെറിയ ചെറിയ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ മൈ ഫ്രോഗ്സ് പ്ലസ് നമ്മുടെ അടുത്ത ചാനലാണ്, അതുകൂടി ഒന്ന് കാണുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇലക്ട്രിക് മെഷീനിൽ നമ്മൾ എന്ത് റിപ്പയറിങ് ചെയ്യുന്നതിന് മുമ്പായിട്ടും നമ്മുടെ ഭിത്തിയിലുള്ള സ്വിച്ച് ഓഫ് ചെയ്യുക. ഈ പവർ ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ പ്ലഗ് ഊരിയിടുക. കാരണം ഏതെങ്കിലും കാരണവശാൽ ഒരു ഷോക്ക് ഉണ്ടാകരുത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇത് ഊരിയിട്ടതിന് ശേഷം മാത്രം നിങ്ങൾ മെഷീനിൽ ചെയ്യാൻ തുടങ്ങുക. അതുപോലെ തന്നെ നമ്മൾ മെഷീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് നീക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഭാഗം കൂടി ഈ പ്ലഗും കൂടി ഊരി മാറ്റുക. അതിന് ശേഷം മാത്രം നമ്മൾ മെഷീനിൽ പണിയാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഓപ്പറേഷനെ കുറിച്ച്, അതായത് ഇതിനകത്ത് സ്റ്റിച്ച് ചെയ്യുന്നതും ഏതൊക്കെ തരത്തിലുള്ള സ്റ്റിച്ചിങ് ഉണ്ടെന്നും അതൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇന്ന് നമുക്ക് റിപ്പയറിങ് മാത്രം, ഇതെങ്ങനെയാണ് ഇതിൻ്റെ റിപ്പയറിങ്ങും ഓയിലിങ്ങും മാത്രമാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി ലെങ്തി ആകും. അതുപോലെ തന്നെ ഇത് സിംഗറിൻ്റെ മെഷീനാണ്. ഇപ്പം വേറെ കമ്പനിയുടെ മെഷീൻസ് ആണെങ്കിലും ബേസിക് ഓപ്പറേഷൻസ് ഒക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന്. പിന്നെ നിങ്ങളത് വാങ്ങിയ മാനുവൽ നോക്കിയാൽ കുറച്ചുകൂടി വ്യക്തമാകും. ഇതിന് ഇങ്ങനെ ഈ പോർഷൻ നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാം. ഇതൊരു ട്രേ ആണ് കണ്ടോ. ഇതിനകത്താണ് ഇതിൻ്റെ ടൂൾസൊക്കെ ഇട്ട് തരുന്നത് ഈ ട്രേയിലാണ്. അപ്പോൾ ഇതുകൂടി ഇങ്ങനെ വെക്കുമ്പോൾ മാത്രമേ നമുക്ക് തുണി കൃത്യമായിട്ട് വെച്ച് തയ്ക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഗ്യാപ്പാണ്, കണ്ടില്ലേ. അപ്പോൾ ഇതുകൂടി വെച്ചിട്ട് വേണം നമുക്ക് തുണി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ ശബ്ദ വ്യത്യാസം. ഇതിനകത്ത് നമ്മൾ സാധാരണ മെഷീനിൽ ഇടുന്നത് പോലെ, നമ്മുടെ നോർമൽ മെഷീനിൽ ഓയിൽ ഇടുന്നത് പോലെ ഓയിൽ ഇടേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ കുറേ നാൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ, നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ, ഒത്തിരി സ്റ്റിച്ച് ചെയ്യാനുള്ളവരാണെങ്കിൽ ഒരു 3-4 മാസമൊക്കെ കഴിയുമ്പോൾ ഒരു ചെറിയ സൗണ്ട് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ഈ ടീത്തിൻ്റെ പോർഷനിൽ ഒരു തുള്ളി 1-2 അതിൽ കൂടുതൽ ഒഴിക്കരുത്, 1-2 തുള്ളി ഓയിൽ ഒഴിക്കുക. അപ്പോൾ അത് ശരിയായിക്കോളും. വേറെ ഒരു പോർഷനിലും ഇതിനകത്ത് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ഭാഗത്ത് മാത്രം ഒഴിക്കുക. അപ്പോൾ ഈ ചെറിയ സൗണ്ട് വ്യത്യാസം മാത്രമേ വരുന്നുള്ളെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഡ്രോപ്പ് ഓയിൽ ഒഴിച്ചാൽ അത് നല്ലതായിട്ട് ക്ലിയർ ആവും കേട്ടോ. അതല്ലാതെ ഇനിയിപ്പോൾ ഇതിനകത്ത് നൂല് കുടുങ്ങി പോവുക, അല്ലെങ്കിൽ അടിയിൽ നിന്ന് വരുന്ന നൂല് കട്ട പിടിക്കുക, മുകളിലേക്ക് വരാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കിത് ഈ ട്രേ ഇങ്ങനെ ഇളക്കിയെടുക്കാം. അതിനുശേഷം ഈ ഭാഗം കൊണ്ട് ഇവിടെ പിടിച്ചിട്ടാണ് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെയാണ് നമ്മൾ ബോബിൻ കേസും ബോബിനും ഒക്കെ ഇടുന്നത്. ഇതിങ്ങനെ പിടിച്ചിട്ടാണ് ഊരിയെടുക്കുന്നത് കണ്ടോ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു നൂല് ഇവിടെ എങ്ങാനും കുരുങ്ങിയിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ അടിനൂലിങ്ങനെ എടുത്തിട്ട് ഇവിടെ നോക്കുക. എന്നിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ നൂലെടുത്ത് കളയുക. അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താലും മതി. ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മാറുന്നില്ല, ഇവിടെ നിങ്ങൾ നൂല് പിടിച്ച് വലിച്ചിട്ടൊന്നും വരുന്നില്ല, അങ്ങനെയുള്ള പ്രോബ്ലം ആണെങ്കിൽ ജസ്റ്റ് ഈ കണ്ടോ, ഇതിങ്ങോട്ടും മാറ്റാം. ഈ 2 നോബും ഇങ്ങനെ 2 സൈഡിലേക്ക് മാറ്റി കഴിയുമ്പോൾ ഇതിങ്ങനെ ഇളക്കിയെടുക്കാം. അതുപോലെ തന്നെ ഈ പോർഷനും ഇളക്കിയെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. നമ്മൾ കുറച്ച് തയ്ച്ച് കഴിയുമ്പോൾ ഇതിനുള്ളിൽ നിറച്ച് പൊടിയും അതുപോലെ തന്നെ നൂലിൻ്റെ കഷ്ണങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. ഈ ബ്രഷ് നമുക്ക് മെഷീൻ മേടിച്ചപ്പോൾ തന്നെ എനിക്ക് കിട്ടിയതാണ്. ഈ മെഷീൻ്റെ ഒപ്പം കിട്ടിയതാണ്. ഇതൊരു ചെറിയ ബ്രഷാണ് കണ്ടോ. ഇത് ഈ നൂല് ഊരുന്ന ആ ഡിവൈസിൻ്റെ കൂടെ തന്നെയുള്ള ഒരു ബ്രഷാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഈ ചെറിയ പോർഷനൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും, വളരെ കടക്കാത്ത പോർഷനൊക്കെ. ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു ബ്രഷ് കൂടി നിങ്ങൾ വാങ്ങി വെക്കുക. ഇതുപോലെ ഒരു ബ്രഷോ ഇല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച ടൂത്ത് ബ്രഷ് ആയാലും മതി കേട്ടോ. ഇതുപോലത്തെ ബ്രഷ് ആയിരിക്കും ഒന്നുകൂടി നല്ലത്. ഇതുകൊണ്ട് നമുക്കിവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. അതുപോലെ ഈ പോർഷനിലൊക്കെ ഇതിങ്ങനെ മുകളിലേക്ക് വെക്കുന്നതാണ്. ഇവിടെയൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്യണം. ഇവിടെയൊക്കെ നിറച്ച് പൊടി ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ ഇവിടെയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഈ ഭാഗത്തും
ഒരു 1-2 ഡ്രോപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതുപോലെ തുറന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് 1 ഡ്രോപ്പോ 2 ഡ്രോപ്പോ ഓയിൽ ഈ ഭാഗത്തും മാത്രം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഈ 2 പോർഷനിൽ മാത്രമേ നമ്മൾ ഓയിൽ ഒഴിക്കാൻ പാടുള്ളൂ. അതും വളരെ വല്ലപ്പോഴും മതി കേട്ടോ. അല്ലാതെ നമ്മൾ മറ്റേ മെഷീനിൽ ചെയ്യുന്ന പോലെ 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ അങ്ങനെയൊന്നും ചെയ്യേണ്ട. ഒരു 3-4 മാസം കൂടുമ്പോൾ മാത്രം ചെയ്താൽ മതി. സ്ഥിരമായിട്ടും സാമാന്യമൊക്കെ തയ്യലുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അവർ പറയുന്നത് ഇതിൽ ഓയിൽ ഇടേണ്ട ആവശ്യമേ ഇല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പം ഇങ്ങനെ ഇതിനുള്ളിലും നന്നായിട്ട് ഇങ്ങനെ ഈ ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് പൊടിയൊക്കെ മാറ്റി ക്ലീൻ ചെയ്ത് എടുക്കുക. പിന്നെ ഇതിൻ്റെ അകത്തേക്കൊക്കെ ഇവിടെയൊക്കെ ഈ സ്ക്രൂസ് ഉണ്ട്. ഇത് നമുക്കൊക്കെ അഴിച്ചെടുക്കാം. പക്ഷേ അത് ഒത്തിരി കോംപ്ലിക്കേഷൻ ആവും കേട്ടോ. അത് നന്നായിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ മാത്രമേ അത് നിങ്ങൾ അഴിച്ചെടുക്കാൻ പറ്റുള്ളൂ. സാമാന്യ പ്രശ്നങ്ങളൊക്കെ ഇത് ക്ലീൻ ചെയ്ത് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് അല്പം ഒരു 2 ഡ്രോപ്പ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ മാറും. ഇനി നമുക്കിത് ഇളക്കി എടുത്തതുപോലെ തന്നെ തിരിച്ചു വെക്കുക. അത് ഈ പോർഷൻ വെച്ചു. ഇതിന് വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. കാര്യം 2 പാർട്ടേ ഉള്ളൂ. അപ്പോൾ ആദ്യം അതാണ് വെക്കേണ്ടത്. പിന്നെ ഇതിങ്ങനെ വെക്കുക. അതിനുശേഷം ഈ 2 കണ്ടോ ഇതിങ്ങനെ വെക്കുക. ഇവിടെ 2 ചെറിയ കുഴി പോലെയുള്ള പോർഷൻ ഉണ്ട്. അവിടത്തേക്ക് നമ്മൾ ഈ 2 ക്ലിപ്പുകളും ഇങ്ങനെ കയറ്റി കടത്തി വെക്കുക. ഉണ്ടോ? അപ്പോൾ അത് ക്ലിയറായി. നമ്മൾ സിംഗിൾ മെഷീൻ ചെയ്യുന്നത് പോലെ ഒത്തിരി പാർട്സ് ഇല്ല ഇതിന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ ക്ലിയറാണിത്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടം ക്ലിയറായി. ഇനി ഈ ഭാഗം നമുക്കിത് അടച്ചു വെക്കാം. അതുപോലെ തന്നെ ഈ ട്രേയും വയ്ക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പ്ലേറ്റ്, ഈ ബ്രഷിൽ എന്തെങ്കിലും കണ്ടോ ഈ ടീത്ത് കണ്ടോ, ഈ ടീത്തിൽ നമുക്ക് സ്റ്റിച്ച് എന്തെങ്കിലും ചെറിയ പ്രശ്നം വരുമ്പോൾ ഈ ടീത്തിൽ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഈ ടീത്ത് ഒന്ന് ക്ലീൻ ചെയ്യണം. ഇതിനുള്ളിലും വല്ലപ്പോഴും ഒക്കെ നമുക്ക് ഇവിടെ ഈ പോർഷൻ ഈ പ്ലേറ്റ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുക. അതിന് നമുക്ക് ഈ സ്ക്രൂ ഡ്രൈവർ പോലെ ഈ മെഷീൻ മേടിക്കുമ്പോൾ കിട്ടുന്ന ഉപകരണമാണിത്, ഡിവൈസാണിത്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്ലേറ്റ് അഴിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ കണ്ടോ ഇവിടെ ആയിട്ട് 2 സ്ക്രൂസ് ഉണ്ട്. ഈ സ്ക്രൂസ് മെല്ലെ ഊരിങ്ങെടുത്താൽ മതി. ഇപ്പോൾ കുറേ നാളായിട്ട് അഴിക്കാതിരിക്കുന്നവരാണെങ്കിൽ ചെറിയൊരു കട്ടി കാണും. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യേണ്ടി വരും. ഈ 2 സ്ക്രൂസും നമുക്ക് ഊരിയെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന സൗകര്യത്തിനായിട്ട് നമുക്ക് ഈ ഫുട്ട് ഒന്ന് മാറ്റി വെക്കാം. ഈ പോർഷനും വേണമെങ്കിൽ അഴിച്ചെടുക്കാം കേട്ടോ. ഈ ഭാഗം ഈ ഫുട്ട് ലിഫ്റ്റ് ചെയ്യുന്ന ഈ പോർഷൻ നമുക്ക് വേണമെങ്കിൽ അഴിച്ചെടുക്കാം. ഞാനിപ്പോൾ അഴിച്ചെടുക്കുന്നില്ല. ഇനി മെല്ലതെ ഈ പ്ലേറ്റിനെ ഇങ്ങനെ നമുക്ക് പൊക്കിയെടുക്കാം. കണ്ടോ? എന്നിട്ട് ഈ പ്ലേറ്റ് ഞാനിപ്പോൾ ക്ലീൻ ചെയ്തതുകൊണ്ടാണ്, നേരത്തെ ക്ലീൻ ചെയ്തിരുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ നിറച്ചും ഈ നമ്മൾ തയ്ക്കുന്ന നൂലിൻ്റെയും തുണിയുടെയും ഒക്കെ പൊടി ഉണ്ടാവും. അപ്പോൾ ഇത് വൃത്തിയായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. അതിനുശേഷം ഈ ഭാഗം നന്നായിട്ട് ബ്രഷ് ഇട്ട് നല്ലതുപോലെ ഈ ടീത്ത് കണ്ടോ, ഈ ടീത്തിൻ്റെ ഇടയിലൊക്കെ നിറച്ച് പൊടി കയറിയിരിക്കും. നമ്മൾ കുറേ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിറയെ നൂലിൻ്റെയും നമ്മൾ തയ്ക്കുന്ന തുണിയുടെ പൊടി തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വരും. അപ്പോൾ ഈ ടീത്ത് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുക. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഈ ടീത്തിൻ്റെ ഇടകളിലൊക്കെ കാണും. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. ഇതിൻ്റെ ഉള്ളും ഒക്കെ തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു ഡ്രോപ്പ് ഓയിൽ ഒഴിക്കുക. അപ്പോൾ നിങ്ങൾ ഇത് ഊരാതെയും ഒഴിക്കാം. ഇത് ഊരാതെ ഞാൻ ഒഴിക്കുന്ന കാര്യം നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഇത് വെച്ചിട്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ചെറിയൊരു ഡിസ്റ്റർബൻസ് തോന്നുവാണെങ്കിൽ നിങ്ങൾ 2-3 മാസം കൂടുമ്പോഴൊക്കെ ഒരു ഡ്രോപ്പ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അല്ലാണ്ട് നമ്മളിത് ഊരി ക്ലീൻ ചെയ്യുമ്പോഴും ഈ ടീത്തിൻ്റെ ഈ പോർഷനിൽ ഒരു തുള്ളി ഓയിൽ, ഒരു ഡ്രോപ്പ് ഓയിൽ ഈ ഭാഗത്തേക്കും കൂടി വീഴത്തക്ക രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ടീത്തൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ കാലപ്പഴക്കം കൊണ്ട് ഇത് എന്താ പറയണ്ടേ തേഞ്ഞു പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തുണിയൊക്കെ തയ്ച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വന്നാൽ, ഈ ടീത്തിന് എന്തെങ്കിലും കേട് വന്നാൽ ഈ 2 സ്ക്രൂസ് അഴിച്ചെടുത്തിട്ട് കണ്ടോ, ഈ 2 സ്ക്രൂസ് അഴിച്ചെടുത്ത് നമുക്ക് ഈ പോർഷനായി മാത്രമായിട്ട് വാങ്ങിക്കാനൊക്കെ കിട്ടും. അത് നിങ്ങൾ ഏത് കമ്പനിയുടെ മെഷീനാണെന്ന് വെച്ചാൽ ആ മെഷീൻ്റെ അംഗീകൃത കടകളിൽ ചെന്നിട്ട് വാങ്ങിക്കുക. അപ്പം നമ്മളിത് ഇനി ഈ പ്ലേറ്റ് ഇട്ട് നമുക്ക് അടയ്ക്കാം. നന്നായിട്ട് ക്ലീൻ ചെയ്താൽ മാത്രം ഒട്ടുമിക്ക പ്രശ്നങ്ങളും തന്നെയും തീരും. കാരണം ഇതിനകത്ത് പൊടിയും നൂലും ഒക്കെ കയറിയിരിക്കുന്നതാണ് സ്റ്റിച്ചിങ്ങിന് പ്രോബ്ലം വരാനുള്ള കാരണം. സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യാം. സ്ക്രൂ ഇട്ട് നമ്മൾ ഈ പ്ലേറ്റ് നന്നായിട്ട് ടൈറ്റ് ചെയ്യണം കേട്ടോ. ഇത് സ്ക്രൂ ഒട്ടും ലൂസാകാൻ പാടില്ല. ഈ പ്ലേറ്റ് ഇങ്ങനെ ഇളകാനൊന്നും പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ചൊന്നും ശരിയാവില്ല. അപ്പോൾ നേരത്തെ ഇരുന്ന രീതിയിൽ തന്നെ നിങ്ങൾ അഴിക്കുന്നതിന് മുമ്പ് എങ്ങനെ ഇരുന്നോ അത്രയും ടൈറ്റാക്കി തന്നെ ഈ പ്ലേറ്റ് വെക്കുക. ഇനി അടുത്തതായിട്ട് അതിന് മുമ്പായിട്ടൊരു കാര്യം പറയണം. നിങ്ങളുടെ ഈ ഡിവൈസ് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഇല്ലെങ്കിലോ ഒക്കെ നമുക്ക് ഈ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്യാം കേട്ടോ. ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ അവർ തന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ഇതാണ് ഈ മെഷീന് ആപ്റ്റ് ആയിട്ടുള്ള ഡിവൈസ്. ഇനി നമ്മളിത് ഇവിടെ നമുക്ക് ഈ ക്യാപ്പ് ഉണ്ടല്ലോ, ഈ ഭാഗം നമുക്കിവിടെ ലൈറ്റ് കത്തുന്ന പോർഷനാണ്. ഇവിടെ ബൾബുണ്ട് ഇതിനുള്ളിൽ.
അപ്പോൾ ഈ പോർഷൻ നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാം. ഇതുപോലെ തന്നെ എന്തെങ്കിലും ഇവിടെ നമ്മൾ നൂല് ഇതുവഴിയൊക്കെ കടത്തിയാണല്ലോ ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഈ നൂല് ഇവിടെ എന്തെങ്കിലും സ്റ്റക്ക് ആവുകയോ ഇവിടെ വെച്ച് ചിലപ്പോൾ നമ്മൾ വലിച്ചെടുക്കുന്ന വഴിക്ക് ഇതിനുള്ളിലിരുന്ന് പൊട്ടിപ്പോവുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഈ ക്യാപ്പ് വളരെ ഈസി ആയിട്ട് ഊരിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിനുള്ളിൽ കണ്ടോ, ഇതിനുള്ളിലൊരു സ്ക്രൂ ഉണ്ട് കണ്ടോ. ഈ സ്ക്രൂ ഊരിയെടുത്താൽ നമുക്ക് ഈ ക്യാപ്പ് ഫുള്ളായിട്ട് ഇങ്ങ് ഊരിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ സ്ക്രൂ ഒന്ന് ഊരിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്ന് മെല്ലെ പിടിച്ച് നോക്കുക അതായോ എന്ന്, ഇല്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് അത് ലൂസാക്കുക. അപ്പോൾ ഈ സ്ക്രൂ നന്നായിട്ട് നമ്മൾ ലൂസാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ക്യാപ്പ് ഇങ്ങനെ മെല്ലെ ഊരിയെടുക്കാം. കണ്ടോ, ഇങ്ങനെ ഊരിയെടുത്തു. സ്ക്രൂ സൂക്ഷിച്ച് വെക്കണേ, പോയി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവും. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ച് പൊടി ഉണ്ടാവും കണ്ടോ. ഇവിടെയൊക്കെ നന്നായിട്ട് തുണിയിട്ട് തന്നെ തുടയ്ക്കുക. ഇവിടെ നിറച്ച് പൊടി ഉണ്ടാവും. നമ്മൾ ഒരു 2 മാസമൊക്കെ നന്നായിട്ട് തയ്ച്ചിട്ട് തുറന്ന് നോക്കുമ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല പൊടി ഉണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. ആദ്യം ഈ ക്യാപ്പ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. അതിന് ശേഷം കണ്ടോ നമ്മുടെ പോർഷൻസാണ് ഇതൊക്കെ. ഇവിടെയൊക്കെ നന്നായിട്ട് ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെറിയ മൈന്യൂട്ട് പോർഷനൊക്കെ ഈ ബ്രഷ് ഉപയോഗിച്ചിട്ടും വലിയ പോർഷനൊക്കെ ഈ ബ്രഷ് ഉപയോഗിച്ചിട്ടും നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇതിനുള്ളിലൊക്കെ നിറച്ച് പൊടി അഴുക്കൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ കണ്ടോ, ഇതിങ്ങനെ ഇതാണ് നമ്മുടെ നൂലിടുന്ന പോർഷൻ. അപ്പോൾ ഇവിടെ എങ്ങാനും നൂല് പൊട്ടിയിരിക്കുകയോ മറ്റോ ഉണ്ടെങ്കിൽ അതൊക്കെ വലിച്ചെടുത്ത് കളഞ്ഞ് ക്ലീൻ ചെയ്യുക. ഇവിടെയൊന്നും ഓയിൽ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിനുള്ളിലൊന്നും നന്നായിട്ട് ക്ലീൻ ചെയ്താൽ മാത്രം മതി. അപ്പം എന്താണ് ഇവിടെ എല്ലാം നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഇതൊക്കെ നമുക്ക് അഴിച്ചെടുക്കാവുന്ന പാർട്സ് ആണ്. പക്ഷേ നമ്മളത് ഇതിലേക്കൊന്നും കൈ കടത്തണ്ട, കാരണം എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് നമുക്ക് ബുദ്ധിമുട്ടാകും. അപ്പോൾ ഇവിടെയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ബൾബ് ഫീസായാൽ ഊരാമോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഊരിയിടാമോ എന്നൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് തന്നെ ഈസി ആയിട്ട് കണ്ടോ ഇങ്ങനെ കൈകൊണ്ട് ഇതിപ്പം ഇത് ചീത്തയായി ബൾബ് കേടായാൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഊരിയെടുക്കാം. എന്നിട്ട് സെയിം ബൾബ് തന്നെ നിങ്ങൾ കടയിൽ കൊണ്ട് കാണിച്ചിട്ട് ഇതേ ബൾബ് ഇതിൻ്റെ അംഗീകൃത കട വേണം എന്നൊന്നുമില്ല. ഈ ബൾബൊക്കെ കിട്ടുന്ന കടകളിലൊക്കെ തന്നെ എല്ലാത്തിൻ്റെയും നമുക്ക് ഫ്രിഡ്ജിൻ്റെയൊക്കെ വാങ്ങിക്കത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ സെയിം ബൾബ് കൊണ്ട് കാണിച്ചിട്ട് തന്നെ നിങ്ങൾ വാങ്ങിക്കുക. അപ്പോൾ കൂടുതലും ഒരു കാര്യം കൂടെ പറയട്ടെ, വെള്ള കളറുള്ളതാണെങ്കിൽ ഈ യെല്ലോ കളർ ഇപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത് എനിക്ക് ഇതിന് യെല്ലോ കളറാണ് വരുന്നത്. അപ്പോൾ കുറച്ചുകൂടി വൈറ്റ് കളറുള്ള ബൾബാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി കാണാൻ നല്ലതായിരിക്കും. കാഴ്ചയ്ക്ക് ഇച്ചിരി കൂടി യെല്ലോയെക്കാട്ടിലും നല്ല ഭംഗിയായിരിക്കും, നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എന്നിട്ട് നമ്മൾ പുതിയത് വാങ്ങി സെയിം ഇതുപോലെ തന്നെ അങ്ങ് ഇട്ടാൽ മതി, ഒരു പ്രശ്നവുമില്ല. കണ്ടോ, മാറാനും ഊരാനും ഒക്കെ ഇപ്പോൾ പഠിച്ചില്ലേ, ഇതുപോലെ ഇട്ടാൽ മതി. ഇത് നമുക്ക് ഇത്രയൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ക്യാപ്പ് കൃത്യമായിട്ട് ഇടാം കേട്ടോ. ഈ നോബ് നോക്കിക്കോണം, ഇത് ഉള്ളിലേക്ക് വരത്തക്ക രീതിയിൽ. എന്നിട്ട് നമുക്ക് ഈ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യാം. എൻ്റെ ക്യാപ്പ് ഇട്ടിട്ടുണ്ട്, പഴയതുപോലെ ആയിട്ടുണ്ട് നമ്മുടെ മെഷീന്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ ഒരുമാതിരി പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ഇലക്ട്രിക് മെഷീൻ്റെ ഏത് മെഷീനാണെങ്കിലും എനിക്ക് തോന്നുന്നു ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് കടയിൽ കൊടുക്കാതെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്തു പോകാം. പിന്നെ മേജർ പ്രശ്നങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ വാങ്ങിയ കടയിലോ അല്ലെങ്കിൽ ഇതിൻ്റെ അംഗീകൃത ഡീലറെയോ തന്നെ വിളിച്ച് കാണിക്കുക. അപ്പോൾ എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്നും ഇതിൽ തയ്ക്കുന്നതും ഇതിൻ്റെ സ്റ്റിച്ചസും അതുപോലെ തന്നെ അടിനൂൽ ചുറ്റുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.